ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ ആറന്മുളയിൽ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കുമായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി ഇൻചാർജ് ചുമതല വഹിച്ച അജയൻ വലിയതാഴത്തിൽ 2021 തിരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്തിയെന്നും അജയൻ വലിയാഴത്തിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ബി.ജെ.പി സംസ്ഥാനത്ത് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിച്ചതാണ് ആറന്മുള നിയോജക മണ്ഡലം. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ ഈ വർഷത്തെ പ്രകടനം എങ്ങനെയാണ്? ബി.ജെ.പി സഹയാത്രികനും സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ് ഇൻചാർജും കൂടിയായിരുന്ന അജയൻ വെല്ലുവിടത്തിലാണ് നമുക്കിപ്പോൾ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ പ്രകടനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ് അജയൻ ബി.ജെ.പിയുടെ പ്രകടനം? ബി.ജെ.പി എല്ലാ മണ്ഡലത്തിലെയും പോലെ ആറന്മുളയിലും വളരെ ശക്തമായ ഇലക്ഷൻ വർക്കാണ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംഘത്തിന്റെ അടിത്തട്ട് തൊട്ടുള്ള പ്രവർത്തകരും ബി.ജെ.പിയുടെ എല്ലാ പ്രവർത്തകരും ഉണർന്ന് പ്രവർത്തിച്ച ഒരു ഇലക്ഷൻ വർക്കാണ് ഈ പ്രാവശ്യം ആറന്മുള നിയോജക മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ടൈമിലെ ഓർത്തഡോക്സ് സഭ അംഗം കൂടിയായിട്ടുള്ള ബിജു മാത്യു ഏകദേശം 26,000 വോട്ടാണ് പിടിച്ചത്. അതിനു മുമ്പ് M.D. രമേശ്, തുടർന്ന് പാർലമെന്റിൽ അന്നത്തെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള K. സുരേന്ദ്രൻ, ഇവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എവിടൊക്കെയാണ് ആ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ബിജു മാത്യു പിടിച്ചതാണ്ട് 29,000 ചില്ലുവാൻ വോട്ടാണ്. അതിനേക്കാളും 5,000 വോട്ട് ഈ പ്രാവശ്യം കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. M.D. രമേശേട്ടൻ നിന്നപ്പോൾ 38,000 ചില്ലുവാനും പിടിച്ചത്. പക്ഷെ അന്നത്തെ വോട്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വോട്ടേഴ്സ് ബി.ജെ.പിയുടെ പരമ്പരാഗതമായിട്ടുള്ള യുവാക്കളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇവിടുന്ന് നാട്ടിലാണ്. ഇപ്പം ഗൾഫ് നാട്ടിലോ അല്ല ഇന്ത്യക്കുള്ളിലോ ആണെങ്കിൽ അവരെ എത്തിക്കാൻ പറ്റും. പക്ഷെ യൂറോപ്യൻ നാടുകളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് നല്ല വലിയ സംഖ്യ തന്നെ പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ 7 പതിറ്റാണ്ടോളം മാറി മാറി ഭരിച്ച് ഇന്ത്യയുടെ ഒട്ടുമിക്കാലും സ്റ്റേറ്റുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഭരിക്കുമ്പോൾ ഈ കേരളം മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ ഇവിടെ ഓരോ വിഷയം വരുമ്പോഴും ഇവിടുത്തെ ബി.ജെ.പിയുടെ അല്ലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ളവരാണ് ആ വിഷയം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുനമ്പം വിഷയം ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരുടെ ഒരു വലിയ വിഷയമായിരുന്നു. ആ മുനമ്പം വിഷയത്തിന് പരിഹാരം കാണാനായിട്ട് ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ട് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുകയും NDAയുടെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ വസിക്കുവാനുള്ള അല്ലെ ആവാസ വ്യവസ്ഥ വീണ്ടും ഒരുക്കി കൊടുത്തത്. ഇതിവിടുത്തെ ന്യൂനപക്ഷക്കാർ മനസ്സിലാക്കാതെ അവര് കള്ളപ്രചരണം നടത്തിയിട്ട് ഇവിടെ പള്ളികളിലായാലും അല്ലെ ബിഷപ്പുമാരടക്കം അവര് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അവര് അല്ലെ മുസ്ലിം സമുദായം അടക്കം ഈ രാജ്യത്തിന്റെ പുരോഗതി കണക്കിലെടുക്കാതെ ഈ കേരളത്തെ പിന്നോക്കം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവരെ തന്നെ ജയിപ്പിച്ചു വിടുന്നത് ഞാൻ പറയുന്നത് വികസന കാഴ്ചപ്പാടില്ലാത്ത ഒരു ജനവിഭാഗമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ ഒരു വികസനവും എത്താത്ത ഒരു ജില്ലയാണ്. ഇവിടെ എന്തെല്ലാം അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇവിടെ മാറി മാറി ഭരിച്ചവർ എന്ത് കൊണ്ടുവന്നാ പറയുന്നത്? ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഉള്ളവരെ ഈ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അപ്പൊ ഇവിടെ വികസനം രാജേട്ടൻ ജയിച്ചിരുന്നേല് ഈ മണ്ഡലം തന്നെ പ്രധാനമന്ത്രി ഏറ്റെടുത്തതിന്. അപ്പം വികസനം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവർ മറ്റെന്തോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ വോട്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരിക. ജനാധിപത്യ രീതിയിൽ ഇതല്ലല്ലോ. ഉദാഹരണത്തിന് സുരേന്ദ്രൻ ചേട്ടനെ അവിടെ ജയിച്ചതല്ലേ, അവിടെ 24,000-ലധികം വോട്ട് പിടിച്ച അല്ലെ അതിൽ മേളിൽ വോട്ടുണ്ടായിരുന്ന CPM-ന്റെ വോട്ട് ഇവിടെ പോയി. അപ്പോൾ ഒന്നിൽ ക്രോസ് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാത്ത തന്ത്രങ്ങൾ മെനയുക, കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ട് വികസന വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രചരണങ്ങൾ നടത്തിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആ കാൻഡിഡേറ്റ് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചും മോശമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചേർത്തത് വികസനത്തിനല്ല ചേർത്തത്. എയർപോർട്ടിനെതിരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് വന്നിരുന്നെങ്കിൽ സജി ചെറിയാൻ ആത്മഹത്യ ചെയ്തേന്. കാര്യം 18-ലെ പ്രളയത്തിൽ പാണ്ടനാട് ഏറിയ മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോയതിന്. എന്നിട്ട് തന്നെ 17 പടി വരെ ആറന്മുള ക്ഷേത്രത്തിന്റെ വെള്ളം കയറി.
അപ്പൊ വികസനത്തിനെതിരല്ല, വികസനം കൊണ്ടുവരണം തന്നെയാണ് NDAയുടെ പ്രഖ്യാപിത നയം തന്നെ. വികസിത കേരളം മുന്നോട്ട് വെച്ചോണ്ടാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഇലക്ഷനെ അഭിമുഖീകരിച്ചത്. ഞങ്ങൾ അത് തന്നെ ആ മുദ്രാവാക്യം തന്നെയായിരുന്നു. പക്ഷെ അതിനോട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പാടാ, ഉറങ്ങുന്നവരെ നമുക്ക് എളുപ്പം ഉണർത്താം. പക്ഷെ ഇതൊക്കെ ഹിഡൻ അജണ്ടയുമായിട്ട് രാജ്യം കുതിക്കുമ്പോൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ആറന്മുള ദേശത്തിന്റെ വികസനത്തിന്റെ മുരടിപ്പാണ് ഈ കാണുന്ന. മുരടിപ്പ് അത് ആഗ്രഹിക്കുന്നവർ കാണാം ഒരു പക്ഷെങ്കിൽ. അതാണ് ഇതിന്റെ റിസൾട്ട്. രണ്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് LDFിനും UDFിനുമായിട്ട് മത്സരിക്കുമ്പോൾ BJPയുടെ വിജയപ്രതീക്ഷയായിട്ടുള്ള കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു മത്സരം മുന്നോട്ട് പോയത്. അല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളും അങ്ങനെ ചിന്തിക്കത്തില്ല. ഞങ്ങള് വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാവരെയും മൈനോറിറ്റി എന്നോ അല്ലെങ്കിൽ മെജോറിറ്റി എന്നോ നോക്കിയിട്ടല്ല ഇലക്ഷനെ അഭിമുഖീകരിച്ചു. ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അല്ല, ഹിന്ദു വോട്ടിന്റെ കൺസോൾട്ടേഷനൊന്നും ഞങ്ങളുടെ ചിന്തയിൽ പോലും ഒരിക്കലും ഇല്ല. കാര്യം ജനാധിപത്യ രീതിയിൽ നടക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികള് വികസനത്തിന് വോട്ട് തരുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ വികസനത്തിന് വോട്ട് നടന്നിട്ടില്ല. വികസനത്തിനാണ് വോട്ട് കൊടുത്തിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ ചേട്ടന് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. ഇപ്പം ഞങ്ങൾ ഒരിക്കലും അല്ല ഹിന്ദുക്കളുടെ വോട്ട് മാത്രം വാങ്ങിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മത്സരിക്കും. ജനാധിപത്യ രീതിയിൽ ഇവിടുത്തെ എല്ലാവരുടെയും ജനാധിപത്യ കാഴ്ചപ്പാടുള്ളവരുടെയും വികസന കാഴ്ചപ്പാടുള്ളവരുടെയും വോട്ടാണ് ആഗ്രഹിച്ചത്. അത് പൂർണ്ണമായിട്ട് വീണിട്ടില്ല, അതാണ് സത്യം. വികസനത്തിനുള്ള വോട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ വോട്ടർമാര് അവർ വോട്ട് രേഖപ്പെടുത്താത്തതിനാലാണ് BJPക്ക് ആറന്മുളയിൽ പരാജയം ഏറ്റിട്ടുള്ളതെന്നാണ് BJP സഹയാത്രൻ കൂടിയായ അജയൻ വെല്ലുവിടുത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം J, പത്തനംതിട്ട.